ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മഞ്ചനാട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും സത്സംഗവും സംഘടിപ്പിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി മൂവാറ്റുപുഴ അധ്യക്ഷ സാവിത്രി അന്തർജനം ശ്രീരാമ അഷ്ടോത്തരാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. മഞ്ചനാട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണ പാരായണവും സത്സംഗവും സംഘടിപ്പിച്ചു. മഞ്ചനാട് തോലാണ്ടമുകളിൽ നടന്ന ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ മാതൃസമിതി മൂവാറ്റുപുഴ അധ്യക്ഷ സാവിത്രി അന്തർജനം ശ്രീരാമ അഷ്ടോത്തരാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ശിരോഹരായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം ജമദഗ്ധ്യമഹാദർപ്പദളനായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം താടകാന്തകായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം വേദാന്തസാരായ നമഃ. കുടുംബ പ്രബോധൻ ജില്ലാ സഹസംയോജക് സുരേഷ് എന്നും രാമായണ സന്ദേശം നൽകി. സദാ ഭക്തി തുളുമ്പുന്നതായിട്ടുള്ള വീടുകളിൽ, അമ്പലങ്ങളിൽ, ക്ലബ്ബുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമൊക്കെ ഇന്ന് രാമായണത്തിന്റെ ശീലുകൾ അലയടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായിട്ടുള്ള ഈ ഒരു രാമായണം ഇന്നും പ്രസക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? രാമായണം വാൽമീകി മഹർഷി എഴുതാൻ ആരംഭിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വാൽമീകി മഹർഷി രാമായണം എഴുതുന്നത്. തുടർന്ന് നടന്ന രാമായണ പാരായണത്തിന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് സുഭാഷ് എന്നും, സെക്രട്ടറി അഭിലാഷ് എൻ.ആർ., മഞ്ചനാട് ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ES, സെക്രട്ടറി സോമൻ AB, രക്ഷാധികാരി PG ശശി, ദേവസ്വം സെക്രട്ടറി വിനോദ് കുമാർ CK, ട്രഷറർ അഖിൽ MT, മാതൃസമിതി അധ്യക്ഷ ഡോക്ടർ ബേബി വിജയനാഥൻ, സെക്രട്ടറി തങ്കമ്മ രവീന്ദ്രൻ, ട്രഷറർ മഞ്ജു സോമൻ, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ തങ്കപ്പൻ, രാധാരാജൻ, മിനി സന്തോഷ്, ഓമന നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.